ഹലോ ഗൈസ്, എൻ്റെ സ്കൂളിൽ നിന്ന് ഞാൻ തിരിച്ചു വരുക. അത് കഴിഞ്ഞ് ഡാൻസ് ഉണ്ട് അല്ലേ ഉമ്മ? ഡാൻസ് ക്ലാസ്സിന് പോകണം അല്ലേ? അപ്പോൾ ഞാൻ അത് കഴിഞ്ഞ് ഡാൻസിന് പോകും. എന്നുവെച്ചാൽ സാറ്റർഡേ നമ്മൾ ഇവിടെ കാണില്ല. അപ്പോൾ സാറ്റർഡേ ആണ് ഡാൻസ് ക്ലാസ്. അപ്പോൾ ഡാൻസ് ഇപ്പം തന്നെ ചെയ്ത പിന്നെ സമാധാനം. എന്താണ് സ്കൂളിൽ ഇറങ്ങിയപ്പോൾ ഉടനെ ബർഗർ കഴിക്കാൻ പോകണമെന്നൊരു ആഗ്രഹം? ഇന്ന് എന്താ ടീച്ചർ ബർഗറിന്റെ സ്റ്റോറി പറഞ്ഞു പോയം. ബർഗർ സ്റ്റോറി എന്നാണ് ബർഗറിന്റെ ടൊമാറ്റോ സോസ് ലൈക്ക് ഒരു പോയം പോലെ ഒരു ബർഗർ ഉണ്ടായിരുന്നു. ആ ചാപ്റ്റർ എഴുതിയ ആള് ബർഗറാണ്ട് കഥ. അപ്പൊ ഞാൻ ടീച്ചറോട് ചോദിച്ചു, ടീച്ചർ ഈ ബർഗർ കഴിച്ച പിന്നെ അത് ചാവത്തില്ലേ? പിന്നെ എങ്ങനെയാ ബർഗർ പിന്നെ അതിനെ പറ്റി പറഞ്ഞോണ്ടിരിക്കുന്നത്? ലൈക്ക് ബർഗറാ പറയുന്നത്. ഓ, ബർഗറാണ് സ്റ്റോറി പറയുന്നത്. അപ്പൊ ഞാൻ ചോദിക്കും, ടീച്ചർ ബർഗർ കഴിക്കുന്ന ഫോട്ടോ ഒക്കെ കാണുന്നുണ്ട്, അപ്പൊ എന്താ ബർഗർ ചാവാത്ത? ടീച്ചർ പറഞ്ഞു അങ്ങനെ ഒരു ക്വസ്റ്റ്യനും ഒന്നുമില്ല. പക്ഷെ എനിക്ക് ആ ടൊമാറ്റോസ് ലെറ്റസ് ഞാനിതൊക്കെ വെച്ചിട്ട് തരാറുണ്ട്, അതെല്ലാം ഇളക്കി മാറ്റാറുണ്ട്. എനിക്ക് മെക്ഡീന്റെ ബർഗറാണ് നല്ല ഇഷ്ടം. ഞങ്ങൾ റെഡിയായി. അപ്പൊ നമ്മൾ ഇനി ഡാൻസ് ക്ലാസ്സിന് പോകാം. ഞാൻ നിങ്ങൾക്കൊരു ടിപ്പ് പറയട്ടെ. നമ്മൾ കുഞ്ഞിലേ തൊട്ട് നിങ്ങളുടെ ഇഷ്ടമുള്ള കാര്യമോ പാട്ടോ ഡാൻസോ ഫുട്ബോൾ പ്ലെയറോ ഇങ്ങനെ എന്തോ ആയാലും കുഞ്ഞിലേ ആ ഇഷ്ടം വലുതാവുന്നവരെ അത് ചെയ്തുകൊണ്ടിരുന്നു. വലുതാവുമ്പോൾ പിന്നെ അതിന് ലൈക്ക് വേറെ ജോലിയല്ലായിരുന്നെങ്കിൽ നമുക്ക് ഇഷ്ടമല്ലാത്തൊരു കാര്യം ചെയ്യുമ്പോൾ നമ്മൾ വിചാരിക്കും അയ്യോ ഇന്നും ജോലിക്ക് പോകണം, എനിക്ക് പോകണ്ട. പക്ഷെ ഡാൻസ് ആണെങ്കിൽ ഡാൻസ് എനിക്കിഷ്ടം. അപ്പോൾ ഡാൻസ് ഞാൻ വലുതാവുമ്പോൾ എനിക്ക് തന്നെ ഫീൽ ചെയ്യും, എനിക്കിന്ന് ഡാൻസ് ഇഷ്ടമുള്ള കാര്യമാണല്ലോ ഞാൻ ചെയ്യാൻ പോകുന്നത്. കരാട്ടയും എനിക്കിഷ്ടം, അപ്പോൾ കരാട്ടയാണല്ലോ ഞാൻ ചെയ്യാൻ പോകുന്നത്. അപ്പം അങ്ങനെ ഒരു ഇഷ്ടം വരും. ഞാൻ ഒരിക്കലും മടുക്കില്ല. പക്ഷെ വേറെ ജോലികളൊക്കെ ആണെങ്കിൽ നമ്മൾ ചിലപ്പോൾ മടുക്കും, ഇഷ്ടമല്ല, ഇങ്ങനെയൊക്കെ ഫീൽ ചെയ്യും. പക്ഷെ ഡാൻസ് എനിക്ക് നല്ല ഇഷ്ടം. ഇത് ഞാൻ വലുതായാലും ഞാൻ ചെയ്തുകൊണ്ടിരിക്കും. സോ നമ്മൾ ഇഷ്ടമുള്ളൊരു സ്കില്ല് പഠിച്ചു വെക്കണം. എന്തിനാ പഠിക്കണേ? വലുതാവുമ്പോ എനിക്ക് പൈസ വേണം, ഫുഡ് വേണം. നിങ്ങൾ എല്ലാരും ഡൗൺലോഡ് ചെയ്യുന്ന ഒരു ആപ്പാണ്. നമ്മള് ഒരു ആപ്പിന്റെ പേര് അറിഞ്ഞൂടാ. ആരെങ്കിലും നമ്മളുടെ ഫോൺ വല്ലതും സ്റ്റീൽ ചെയ്യാൻ വന്നാ അത് അവിടെ തൊടുമ്പോ തന്നെ പീപ് പീപ് നടിക്കും. അപ്പൊ നമ്മളത് നോക്കി ഫോണിലോട്ട് വെക്കുമ്പോ അയാളെ പിടിക്കാം, പിന്നെ പോലീസിനെടുത്ത് അറസ്റ്റും ചെയ്യാം. ഈസി. ക്ലാസ് കഴിഞ്ഞ് നമ്മളൊരു പാട്ട് പാടാം. ആ പാട്ടല്ല, മറ്റേ അക്കുപ്പച്ചന്നീടില്ല ഗൾഫി ചിക്കൻ നൂടില്ല അമ്പയാർ കുന്തും വറാക്കും ചാലിയ ഡിസ്മിലോട്ട് ജോലിയ കൈ നിന്നെ കിട്ടിയുണ്ടല്ലോ. നമ്മള് വ്യക്തി എത്തി. ഇപ്പൊ നമ്മളെ ഉള്ളിലോട്ട് കണ്ട എം സിമ്പിൾ വ്യക്തി എത്തി. ഉള്ളിലോട്ട് കയറുവാണ്. എന്റെ ഫേവറേറ്റ് ബർഗർ കഴിക്കും. ഹാപ്പി മീലൊക്കെ വന്നല്ലോ. അതൊക്കെ
അങ്ങനെ സ്കൂളിൽ ഒരു ബർഗർ സ്റ്റോറി പഠിപ്പിച്ചത് കൊണ്ട് അല്ലെ കിറ്റൂസ് ഇന്നൊരു ബർഗർ കഴിച്ചു. ഹാപ്പി മീൽ ഹാപ്പി മീലാണ് ഞങ്ങൾ ഓർഡർ ഒരു കുട്ടിയായാലും എപ്പോ പോയാലും ഒരു ഹാപ്പി മീൽ ഓർഡർ ചെയ്താൽ നിങ്ങൾക്ക് ഒരു ഫ്രീ ബുക്ക് കിട്ടും. ഇതിന്റെ ഉള്ളിൽ ഫുള്ളും ആക്ടിവിറ്റീസും നല്ല ഫണ്ണാണ്. ഓക്കെ, ശരി കഴിഞ്ഞു ഇന്നത്തെ വ്ളോഗ്. ബൈ ഗൈസ്. ബൈ ഗൈസ്, സീ യു.